വെൽക്കം ടു സക്സസ് ലൈഫ് 2.0. 2026 നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഭാഗമാണ് ഓപ്പറേഷനുകൾ. അതിലെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമാറിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സഹായ ദൗത്യം ഓപ്പറേഷൻ ബ്രഹ്മ. 2025 ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമാറിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സഹായ ദൗത്യം ഓപ്പറേഷൻ ബ്രഹ്മ. മോഗ ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ കരുണ. മോഗ ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ കരുണ. ആന്റിബയോട്ടിക് അമിത ഉപയോഗം നിയന്ത്രിക്കുവാൻ വേണ്ടി കേരളത്തിൽ നടപ്പിലാക്കിയത് ഓപ്പറേഷൻ അമൃത്. ആന്റിബയോട്ടിക് അമിത ഉപയോഗം നിയന്ത്രിക്കുവാൻ വേണ്ടി കേരളത്തിൽ നടപ്പിലാക്കിയത് ഓപ്പറേഷൻ അമൃത്. ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ അജയ്. ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരുവാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ അജയ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി ഓപ്പറേഷൻ സിന്ധു. 2025 നവംബറിൽ ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കരുത്തിന്റെ അടയാളമായി നടത്തിയ ദ്വിദിന തീരദേശ സുരക്ഷാ അഭ്യാസം സാഗർ കവച്. 2025 നവംബറിൽ ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കരുത്തിന്റെ അടയാളമായി നടത്തിയ ദ്വിദിന തീരദേശ സുരക്ഷാ അഭ്യാസം സാഗർ കവച്. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ഗംഗ. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ഗംഗ. ഹെയ്തിയിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒഴിപ്പിക്കൽ ദൗത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഹെയ്തിയിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒഴിപ്പിക്കൽ ദൗത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി. തുർക്കി സിറിയ ഭൂകമ്പം ഇരു രാജ്യങ്ങളെയും തകർത്തതിനെ തുടർന്ന് തുർക്കിയെയും സിറിയയെയും സഹായിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. തുർക്കി സിറിയ ഭൂകമ്പം ഇരു രാജ്യങ്ങളെയും തകർത്തതിനെ തുടർന്ന് തുർക്കിയെയും സിറിയയെയും സഹായിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനമാണ് ഓപ്പറേഷൻ ദോസ്ത്. താലിബാന്റെ നിയന്ത്രണത്തിലായ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാരെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ ദേവി ശക്തി. താലിബാന്റെ നിയന്ത്രണത്തിൽ ആയ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാരെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ ദേവി ശക്തി. തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓപ്പറേഷൻ സർവശക്തി. തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓപ്പറേഷൻ സർവശക്തി. കന്നുകാലി കള്ളക്കടത്ത് തടയുന്നതിനായി ജമ്മു കാശ്മീർ പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ കാമധേനു. കന്നുകാലി കള്ളക്കടത്ത് തടയുന്നതിനായി ജമ്മു കാശ്മീർ പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ കാമധേനു. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ.
ഇറാന്റെ ആണവ പദ്ധതിയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇറാന്റെ ആണവ പദ്ധതിയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. രാജ്യത്തെ നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0. രാജ്യത്തെ നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0. ജമ്മു കാശ്മീരിൽ പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് കമാൻഡർ ഉൾപ്പെടെ 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ കിയ. ജമ്മു കാശ്മീരിൽ പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് കമാൻഡർ ഉൾപ്പെടെ 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ കിയ. 2026 ജനുവരിയിൽ അഴിമതിയും വ്യാപകമായ ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനായി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. 2026 ജനുവരിയിൽ അഴിമതിയും വ്യാപകമായ ക്രമക്കേടുകളും കണ്ടെത്തുന്നതിനായി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയും ആയി ബന്ധപ്പെട്ട കേസിൽ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ അതീവ രഹസ്യ സൈനിക നീക്കം ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഇമ്പോർട്ടന്റ് ആണ്. വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ അതീവ രഹസ്യ സൈനിക നീക്കം ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഇന്ത്യൻ നാവികസേനാ ദിനത്തിന്റെ ഉത്ഭവത്തിന് പിന്നിലെ സാഹസിക സൈനിക ദൗത്യമാണ് ഓപ്പറേഷൻ ട്രൈഡന്റ്. ഇന്ത്യൻ നാവികസേനാ ദിനത്തിന്റെ ഉത്ഭവത്തിന് പിന്നിലെ സാഹസിക സൈനിക ദൗത്യമാണ് ഓപ്പറേഷൻ ട്രൈഡന്റ്. ആഗോളതലത്തിൽ നിയമവിരുദ്ധമായി കടത്തുന്ന വന്യജീവികളെയും വനവിഭവങ്ങളെയും കണ്ടെത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തണ്ടർ 2025. ആഗോളതലത്തിൽ നിയമവിരുദ്ധമായി കടത്തുന്ന വന്യജീവികളെയും വനവിഭവങ്ങളെയും കണ്ടെത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തണ്ടർ 2025. സംസ്ഥാനത്തുടനീളം സൈബർ കുറ്റവാളികളുടെ ശൃംഖലകൾ തകർക്കുന്നതിനായി ഗുജറാത്ത് പോലീസ് നടത്തിയ ഓപ്പറേഷൻ മ്യൂൾ. സംസ്ഥാനത്തുടനീളം സൈബർ കുറ്റവാളികളുടെ ശൃംഖലകൾ തകർക്കുന്നതിനായി ഗുജറാത്ത് പോലീസ് നടത്തിയ ഓപ്പറേഷൻ മ്യൂൾ. 2025 ഡിസംബറിൽ ചൈന തായ്വാൻ ചുറ്റും നടത്തിയ യുദ്ധ അഭ്യാസം ജസ്റ്റിസ് മിഷൻ 2025. 2025 ഡിസംബറിൽ ചൈന തായ്വാൻ ചുറ്റും നടത്തിയ യുദ്ധ അഭ്യാസമാണ് ജസ്റ്റിസ് മിഷൻ 2025. 2025 നവംബറിൽ രാജസ്ഥാനിൽ നടക്കുന്ന 8ാമത് ഇന്ത്യ UK സംയുക്ത സൈനിക അഭ്യാസമാണ് അജയ വാര്യർ 2025. 2025 നവംബറിൽ രാജസ്ഥാനിൽ നടക്കുന്ന 8ാമത് ഇന്ത്യ UK സംയുക്ത സൈനിക അഭ്യാസമാണ് അജയ വാര്യർ 2025. ഇതുപോലുള്ള കറന്റ് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോ ഏതിൻ്റെയാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.